മഹാകുംഭമേള 144 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മനുഷ്യ മഹാസംഗമം. 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വലിയൊരു സംഗമത്തിന് പങ്കെടുക്കുന്നവരുടെ എണ്ണം കണക്കാക്കപ്പെടുന്നത് 40 കോടിയോളം. ഈ കുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. 3 നദികളുടെ സംഗമമാണ് ഇവിടെയുള്ളത്: ഗംഗ, യമുന, സരസ്വതി. സരസ്വതി നദി ഇപ്പോൾ അവിടെ ഇല്ല, പക്ഷേ അവിടെ കൂടെ ഒഴുകി എന്നാണ് കരുതപ്പെടുന്നത്. ഈ നദികളുടെ സംഗമസ്ഥാനം ആയതുകൊണ്ട് ത്രിവേണി സംഗമം എന്നാണ് പറയുന്നത്. 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. 1 നമ്മുടെ പ്രയാഗ്രാജ്, 2 ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ ഗംഗാതീരത്ത്, 3 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്ത്, 4 മധ്യപ്രദേശിൽ ഉജ്ജയിനിലെ ക്ഷിപ്രയുടെ തീരത്ത് എന്നീ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ള മഹാകുംഭമേളയാണ് ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളന വേദിയെന്ന് കരുതപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പാലാഴി മദനത്തിൽ നിന്നു ലഭിച്ച അമൃതിനായി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തപ്പോൾ 4 ഇടങ്ങളിലായി അമൃതിൻ്റെ തുള്ളികൾ വീണെന്നും അത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളാണെന്നും ആണ് വിശ്വാസം. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത്. മനുഷ്യൻ്റെ 1 വർഷം ദേവന്മാർക്ക് 1 ദിവസം ആണെന്നാണ് വിശ്വാസം. അതിനാലാണ് ദേവന്മാരുടെ 12 ദിവസം എന്ന വിശ്വാസത്തിൽ 12 വർഷം കൂടുമ്പോൾ കുംഭമേളകൾ നടക്കുന്നത്. പാലാഴി മദനത്തിലൂടെ ലഭിച്ച അമൃത് ഇന്ദ്രപുത്രൻ ജയൻ ചന്ദ്രദേവനു കൈമാറി. അപ്പോഴാണ് ഈ 4 ഇടങ്ങളിലേക്ക് തുള്ളികൾ വീണത് എന്നാണ് ഐതിഹ്യം. ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം സൂര്യനും ചന്ദ്രനും ശനിക്കും വ്യാഴത്തിനൊപ്പം പുണ്യനക്ഷത്രം കൂടി നേർരേഖയെത്തുന്ന അപൂർവ നിമിഷമാണ് ഈ മഹാകുംഭമേളയെ സവിശേഷമാക്കുന്നത്. 4 പുണ്യനഗരങ്ങളിലൂടെ ഒഴുകുന്ന നദികളിൽ കുംഭമേളയുടെ സമയത്ത് സ്നാനം എടുത്താൽ മൃത്യുവിനെ ജയിക്കും എന്നാണ് വിശ്വാസം. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ചൈനീസ് യാത്രികൻ ഷുവാങ്സാങ് ആണ് ആദ്യമായി കുംഭമേളയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി കുംഭമേളയും മഹാകുംഭമേളയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. 12 പൂർണ്ണ കുംഭമേളയ്ക്കു ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ് പൂർണ്ണ കുംഭമേള. അതായത് മഹാകുംഭമേള 144 വർഷം കൂടുമ്പോൾ. ഓരോ 4 വർഷത്തിലും 4 പ്രദേശങ്ങളിലും കുംഭമേളകൾ നടക്കും. എന്നാൽ പൂർണ്ണ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിൽ മാത്രമാണ്. കുംഭമേളയ്ക്കും പൂർണ്ണ കുംഭമേളയ്ക്കും മഹാകുംഭമേളയ്ക്കും പുറമെ അർദ്ധകുംഭമേളയും ഉണ്ട്. ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമായി 6 വർഷത്തെ ഇടവേളകളിലാണ് അർദ്ധകുംഭമേള നടക്കുന്നത്. മഹാകുംഭമേളയുടെ തീയതി നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സന്യാസികളുടെ സമൂഹമായ അഘാരകൾ ചില മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് മഹാകുംഭമേള നിശ്ചയിക്കുന്നത്. വ്യാഴം സൂര്യനും ചന്ദ്രനുമായി പ്രത്യേക സ്ഥാനം പങ്കുവെക്കുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. ഈ മഹാകുംഭമേള നടക്കുമ്പോൾ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ മഹാകുംഭമേളയുടെ ഐതിഹ്യവും വിശ്വാസവും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.